ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോക ഇടയിലൊക്കെ ഇന്ത്യ വിശദീകരണം നടത്തുന്നു. യുഎന്നിൽ ഇന്ത്യ ഒരു സെമിനാർ പോലെ അവതരിപ്പിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് എന്ത് മറുപടി നൽകി എന്നൊക്കെയുള്ളത്. ഇതിനിടയിൽ ലോകരാജ്യങ്ങൾ ഇന്ത്യ പറയുന്നത് കേൾക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പ്രശാന്ത് സാർ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പരസ്യമായി രംഗത്തെത്തുന്നത്, പറയുന്നത് ഇന്ത്യ ഞങ്ങളെ 20 അല്ല 28 ഇടത്തോളം ആക്രമിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ വെള്ളം കുടിമുട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ. പക്ഷേ അപ്പോഴും ഇതാ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പരസ്യമായി ഇത്തരത്തിൽ ഇന്ത്യ നൽകിയ തിരിച്ചടികളെ അംഗീകരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുമ്പോഴും ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. മറ്റാരുമല്ല, രാഹുൽ ഗാന്ധി പറയുന്നു പാകിസ്ഥാൻ അല്ല യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടത്, അമേരിക്കയിൽ നിന്ന് ട്രംപിന്റെ ഒരൊറ്റ ഫോൺ കോൾ ഇന്ത്യയിലേക്ക് മോദിക്ക് എത്തിയപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂറിന് വിരാമമിട്ടതെന്ന് പറയുന്നു. ഒപ്പം രാഹുൽ ഗാന്ധി സൂചിപ്പിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. 1971 യുദ്ധം എങ്ങനെയാണ് ഇന്ദിരാഗാന്ധി അവസാനിപ്പിച്ചതെന്ന്. ഇദ്ദേഹം യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് തീരാ കളങ്കമായി മാറുന്ന ഒരു കാഴ്ചയല്ലേ നമുക്ക് കാണാൻ സാധിക്കുക. രാഹുൽ അല്ല, പാഹുൽ ഗാന്ധി, പുള്ളിക്ക് ആ പേരാ ചേരുന്നത്. അപ്പം ഇയാള് ഒരു ഇയാളെ പറയുന്നത്, ഈ ഇന്ത്യക്ക് ഇയാളൊരു നാണക്കേട്, ഇയാളൊരു മഹാപൊട്ടനാണോ, അതോ പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ, അതോ അച്ചാരം മേടിച്ചതിന്റെ നന്ദി കാണിക്കുകയാണോ എന്നൊന്നതിനെ പറ്റി ഇയാളൊരു പരിഹാസ പാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത്. ഇന്ന് ലോകം മുഴുവൻ ഈ പറയുന്നത് പോലെ ഇന്ത്യയുടെ ഈ ചെയ്തിയെ അതിശയത്തോടു കൂടി കാണുകയും അത് അംഗീകരിക്കുകയും ചെയ്യുകയും നമ്മൾ ആ കാര്യത്തിന്റെ വ്യക്തത വരുത്തി ലോകത്തുടനീളം ഞങ്ങൾ ചെയ്ത കാര്യം ഇതാണ്, ഭീകരന്മാർക്കെതിരെ നമ്മൾ ചെയ്യേണ്ടതാണ്, അവർ ഇന്നത് ചെയ്തു, അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെല്ലാവരും വരണം, അത്തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടാക്കണം. അതായത് ഇതിന്റെ എല്ലാം ഒരു ലീഡർഷിപ്പും കൂടി ലോകത്ത് ഭീകരവാദം ഭീതി പരത്തുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് കഴിയുന്ന ഒറ്റ രാജ്യം ഇന്ത്യയാണ്. ആ രാജ്യത്തിന്റെ കൂടെ എല്ലാവരും അണിനിരക്കണം എന്നുള്ള ഒരു മെസ്സേജുമായിട്ട് പോകുമ്പോൾ അതിനകത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇന്ത്യയിലെ പൊതുസമൂഹവും അല്ലെങ്കിൽ ഇന്ത്യയെ സ്നേഹിക്കുന്നവരും ഒന്നിച്ചു നിൽക്കുമ്പോൾ ഇയാൾ എന്താണ് പറയുന്നത്? ഇയാൾക്ക് എന്താണ് തലയ്ക്ക് സുഖമില്ല? ഇയാൾക്ക് ചരിത്രം അറിയാമോ? പണ്ട് ഇയാൾ ഒരു കാര്യം പറഞ്ഞ, എന്റെ നെഹ്റു ഇതുപോലെ ആരാണ്ട് ട്രെയിനിൽ തള്ളിയിട്ടെന്ന് അന്ന് പരിശോധിച്ച് വരുമ്പോ നെഹ്റു വലിയൊരു സർവകലാശാലയിൽ പോയിരുന്നാ പറയുന്നത്. നെഹ്റുവിന് അന്ന് 4 വയസ്സേ ഉള്ളൂ. ബ്രിട്ടീഷുകാരോട് അന്നേ പോരാടി പുള്ളി വന്നതെന്നാ പറയുന്നത്. അതുപോലെ ഇയാളൊരു വല്ലാത്ത വിഡ്ഢിയാ. പിന്നെ ഇയാൾ ഇന്നലെ സിന്ദൂരിനെ പറ്റി പറയുന്നു. അപ്പം സിന്ദൂരിന്റെ ഓപ്പറേഷനകത്ത് നമ്മൾ അവിടെ ചെന്നു, നമ്മൾ ആക്രമിച്ചു, പാകിസ്ഥാൻ വിളിച്ചു, പാകിസ്ഥാൻ ആക്രമിക്കുന്നതിന് മുമ്പ് പല രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു, ഇതെല്ലാം പലവട്ടം പറഞ്ഞ. അതിനുശേഷം അക്രമം തുടങ്ങി, പാകിസ്ഥാന് നിവർത്തിയില്ലാതെ തുടങ്ങിയപ്പോ തൊട്ട് പല രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു. അവസാനം പാകിസ്ഥാൻ നിവർത്തി കെട്ട് എല്ലാരോടും വിളിച്ച് പറഞ്ഞിട്ട് അവരാരും പറഞ്ഞാൽ കേൾക്കത്തില്ല എന്ന് പറഞ്ഞ് നേരിട്ട് വിളിച്ചപ്പോൾ യുദ്ധം നിർത്തി. എന്നിട്ട് ഇപ്പോഴും നമ്മൾ യുദ്ധം നിർത്തിയിട്ടില്ല. ഒരു രാജ്യവും തമ്മിൽ ഏറ്റുമുട്ടൽ കഴിയുമ്പോൾ, യുദ്ധം നിർത്തുമ്പോൾ, വെടിനിർത്തൽ ഉണ്ടാകുമ്പോൾ അതിന് കരാറുകൾ ഉണ്ടാവത്തില്ലേ നീതു? കരാറുകൾ ഉണ്ടാവണമെങ്കിൽ ആ യുദ്ധത്തിനകത്ത് പരസ്പരം ആരും ജയിക്കാതെ വരുമ്പോഴും പരസ്പരം ധാരണയോടുകൂടി നമ്മളുടെ നാശനഷ്ടങ്ങൾ എല്ലാം പരസ്പരം സഹിച്ച് ഇപ്പം നിർത്താമെന്നുള്ളതാണ് ഈ യുദ്ധം അല്ലെങ്കിൽ വെടിനിർത്തൽ. നമ്മൾ കണ്ടിട്ടില്ലേ, ഇസ്രയേലും വെടിനിർത്തൽ കണ്ടല്ലോ. ഇപ്പൊ തന്നെ യുക്രൈനിലെ റഷ്യയുമായിട്ടുള്ള വെടിനിർത്തൽ ഇടയ്ക്ക് വെച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ആലോചന കുറച്ച് ദിവസങ്ങളിൽ വെടിനിർത്തലൊക്കെ കണ്ടല്ലോ. അങ്ങനെയല്ലല്ലോ, നമ്മളോട് കിണവഴിച്ചു, നമ്മൾ നിർത്തി, നമ്മൾ ഈ പറയുന്നത് പോലെ നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുത്തിയ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ മറ്റ് നമ്മൾ ഏർപ്പെടുത്തിയ നയതന്ത്ര യുദ്ധവും ഒന്നും നിർത്തിയിട്ടില്ലല്ലോ. ആ അവസരത്തിലാണ് ഇയാൾക്ക് വിമാനം വീണത് അറിയണം, ഡ്രോൺ വീണത് അറിയണം, മിസൈൽ വീണത് അറിയണം. അതായത് ഇയാള് വിചാരിച്ചു ഇന്ത്യക്ക് അടി കിട്ടും, കാരണം ഇവർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് നടന്നിട്ടുള്ളത് പോലെ, പലവട്ടം നടന്നിട്ടുള്ളത് പോലെ, അല്ലെങ്കിൽ പരാജയപ്പെടും, അല്ലെങ്കിൽ പലവട്ടം ആക്രമിക്കുമ്പോൾ വന്ന് മോണകരിച്ച് കാര്യം പറഞ്ഞിട്ട് പോയ പ്രധാനമന്ത്രി അല്ല ഈ ആക്രമിക്കുന്നതിനെല്ലാം 1, 2, 3 എന്നുള്ള. സിന്ദൂർ വന്നപ്പോഴും 3ആണ്. അതിനു മുമ്പ് 2 വട്ടം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയാണ്. അന്ന് പട്ടാളത്തോട് തെളിവ് ചോദിച്ചതായ ഇയാളൊരു നാശമാണ്, ഇന്ത്യക്ക് രാജ്യദ്രോഹിയാണെന്ന് ആൾക്കാർ പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. ആ രീതിയിലേക്കാണ് കാര്യം. ആ സമയത്താണ് ഇയാൾ ഈ പറയുമ്പോൾ ഇന്നലെ ഭോപ്പാൽ ഇയാളെ കാര്യം കേൾക്കാൻ ഇപ്പം പൊതുസമൂഹം ഇല്ല. കഴിഞ്ഞ ദിവസം ഡൽഹി വെച്ചൊരു കൊച്ച് പൊതുമധ്യത്തിൽ ഇയാളെ ആക്ഷേപിച്ചു. കഴിഞ്ഞ ദിവസം വേറെ എങ്ങോട്ട് ഷൂ എടുത്ത് ഇയാളെ തലയ്ക്കെറിഞ്ഞു.
അപ്പം ഇയാള് ഈ പറഞ്ഞതുപോലെ ഇയാളുടെ കൂടെ ഇപ്പോഴും നിൽക്കുന്ന കുറെ വിഡ്ഢി കുഷ്മാണ്ഡങ്ങൾ, അതായത് കോൺഗ്രസ് പാർട്ടിയിലെ കുറെ നേതാക്കൾ, ഭോപ്പാലിൽ ഒരു കോൺഗ്രസിന്റെ പാർട്ടിയുടെ പരിപാടിക്കകത്ത് ഇയാൾ ഒരു ആക്ഷൻ കാണിച്ച് മോദിയെ വിളിച്ചു. മോദി യുദ്ധത്തിന്റെ സമയത്ത് ട്രംപ് വിളിച്ചു സറണ്ടർ സറണ്ടർ എന്ന് പറഞ്ഞു, യുദ്ധം നിർത്തി. എന്റെ പൊന്നു കൊച്ചാട്ട രാഹുൽ ഗാന്ധി, ഇയാൾ ഒരു കാര്യം പറഞ്ഞ, ഇയാൾ അതിന്റെ കൂടെ 1971 ഒരു കഥ പറയുന്നുണ്ടല്ലോ. ഈ 71 കഥ പുറകോട്ട് പുസ്തകം പരിശോധിച്ചാൽ മതി. അന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത സൈനിക മേധാവി ഉൾപ്പെടെയുള്ളവരാ 71 പ്രധാനമന്ത്രിയായിട്ടുള്ള ഇയാളുടെ അമ്മൂമ്മയുടെ കഥ പറഞ്ഞു തരും. ഇയാളുടെ അമ്മൂമ്മയുടെ കഥയ്ക്കകത്ത് അന്ന് പാകിസ്ഥാൻ ഇങ്ങോട്ട് കയറിയ അടിച്ചത്. പാകിസ്ഥാൻ ഇങ്ങോട്ട് കയറി അടിച്ചപ്പോൾ തിരിച്ചടി കൊടുക്കാൻ വേണ്ടി പ്രാപ്തമല്ലാത്ത ഇന്ത്യയുടെ അന്നത്തെ സൈനിക മേധാവിയെ അടുത്ത് ചെന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ, അതായത് പ്രധാനമന്ത്രിക്ക് ഇവിടെ നിന്ന് എന്തുകൊണ്ട് തിരിച്ചടിക്കത്തില്ല എന്നുള്ള പ്രശ്നം വന്നപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ഇപ്പൊ തിരിച്ചടിക്കാൻ ഒക്കത്തില്ല, അതിന് പ്രാപ്തമല്ല, അല്ലെങ്കിൽ അതിനുള്ള കാലാവസ്ഥയല്ല, അവിടെ നിൽക്കാൻ പറഞ്ഞു. നിർത്തിയാൾ 6 മാസം കഴിഞ്ഞപ്പോൾ ആൾ തിരിച്ചടിച്ചു, ഇന്ത്യ ജയിച്ചു. കാര്യം ശരിയാണ്. അന്ന് അമേരിക്കയിൽ, അമേരിക്കയുടെ കഥയൊക്കെ പറയുന്നല്ല, അമേരിക്കയിൽ പോയപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് നിങ്ങളുടെ അമ്മൂമ്മയെ കാണാൻ അനുവദിച്ചില്ല. ഇന്ന് അങ്ങനാണോ? എത്ര വട്ടം വന്നു, കസേര പിടിച്ചിട്ട് കൊടുക്കുന്ന പ്രധാനമന്ത്രിയാ, കാണാൻ അനുവദിച്ചില്ല, അതുകൊണ്ട് തിരിച്ചു പോന്നു. അന്ന് ചേരിചേരാ അല്ലെങ്കിൽ 2 ചേരിയിലായിട്ട് നിന്നപ്പോൾ റഷ്യ വന്നു. അല്ലാതെ ഇവിടെ നിന്നിട്ട് നിന്റെ അമ്മൂമ്മ പറഞ്ഞത് കൊണ്ടല്ല ഇവിടുത്തെ കപ്പൽ പട തിരിച്ചു പോയത്. റഷ്യ വന്നു. റഷ്യ വന്നപ്പോൾ ഏറ്റുമുട്ടൽ ഉണ്ടാവുമെന്ന് മനസ്സിലായി. അന്നേരം റഷ്യ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കണ്ടുകൊണ്ട് റഷ്യയുടെ സൈനിക വിന്യാസം ഇതുപോലെ ഈ കടലിൽ വന്നപ്പോൾ അവർ പിന്മാറിയതാ. അതാ കഥ. അല്ലാതെ പിന്നെ വേറെ അതിനുശേഷമുള്ള കഥ ഞാൻ പറഞ്ഞുതരാം. യുദ്ധം ജയിച്ചല്ലോ, കൂടുതൽ പ്രദേശം പിടിച്ചെടുത്തല്ലോ. ആ പ്രദേശം പിടിച്ചെടുക്കുന്ന സമയത്ത് പിടിച്ചെടുത്തപ്പോ ആ പ്രദേശം എന്തിനാണ് നിങ്ങളുടെ അമ്മൂമ്മ തിരിച്ചു കൊടുത്തത് പാകിസ്ഥാനിന്? അന്ന് 71 ഉണ്ടായ യുദ്ധത്തിൽ ബംഗ്ലാദേശ് ഉണ്ടായി. അന്നൊരു 93,000 ഭടന്മാരെ പിടിച്ചല്ലോ ഇവിടുത്തെ. ആ ഭടന്മാരെ തിരിച്ചു കൊടുത്തപ്പോൾ നിങ്ങളുടെ അമ്മൂമ്മ 200ഓളം വരുന്ന, കൃത്യം കണക്കിനെടുക്കത്തില്ല, ഏതായാലും 100-നകത്തും 200-നകത്തും വരുന്ന സൈനികർ ഈ പറയുന്ന പാകിസ്ഥാൻ ജയിലുകൾ ഉണ്ടായിരുന്നു, അവരെ തിരിച്ചു മേടിച്ചോ? അവരവിടെ കിടന്ന് മരിച്ചുപോയി, ഇന്ത്യൻ ഭടന്മാർ. ഇന്നൊരു ഭടൻ അപ്പുറത്ത് പോയാൽ തിരിച്ചിവിടെ കൊണ്ടുതരും. നിങ്ങൾ കണ്ടല്ലോ ഒരു BSF ഭടനെ ഇവിടെ കൊണ്ടു തന്നത്. അതിനു മുമ്പ് അതിർത്തിയിൽ വരുന്ന പൈലറ്റിനെ ഇവിടെ കൊണ്ട് വെള്ളിത്തളിയിൽ കൊണ്ട് വെച്ചിട്ട് പോയത് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അതൊന്നും പറയണ്ട. അമ്മൂമ്മ അന്ന് കാണിച്ച കാര്യം, നിങ്ങളുടെ അമ്മൂമ്മയുടെ അവിഹിതം അടച്ചിട്ട മുറിയിൽ, അതായിരുന്നു സിംല കരാർ. ചോദിച്ചാൽ മതി, അറിയാം. അടച്ചിട്ട മുറിയിൽ അന്നത്തെ പാക് പ്രധാനമന്ത്രിയുമായിട്ടുള്ള നിങ്ങളുടെ അമ്മൂമ്മയുടെ ബന്ധമാണ് സിംല കരാർ. അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. കൂടുതൽ പറയിക്കരുത്. നിങ്ങളുടെ ചാനലിന് ഒരു മാന്യതയുണ്ട്, അതുകൊണ്ട് ആ രീതിയിൽ സംസാരിക്കരുത്. ഇനിയും നിർത്തണം. സിന്ദൂർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇന്ത്യ അവഹേളിക്കാൻ, ഇന്ത്യയുടെ കെയർ ഓഫിൽ ഇന്ത്യയെ കൊള്ളയടിക്കാൻ, ഇന്ത്യക്കകത്തുള്ള രാജ്യദ്രോഹികളുടെയും പുറത്തുള്ള രാജ്യദ്രോഹികളുടെയും കൂടെ നിന്ന് സംസാരിക്കുന്ന ഒരാളാണ്. നിങ്ങൾ പച്ചയായിട്ട് വന്നു. നിങ്ങളുടെ പൂർവികരായിട്ടുള്ള നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മുത്തച്ഛനും അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ അമ്മയും ഒക്കെ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇത് വ്യക്തമായി. നിങ്ങൾ എന്ത് കാണിച്ചാലും നിങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പില്ലാതാവും. അടുത്ത പ്രാവശ്യം നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി വോട്ട് ചോദിക്കുമ്പോൾ നിങ്ങളെ ആൾക്കാർ പരിഹസിച്ച് അല്ലെങ്കിൽ ചെരുപ്പ് വലിഞ്ഞെറിഞ്ഞ് ഈ രാജ്യദ്രോഹിയെ ഈ രാജ്യത്തിന് വേണ്ട എന്നുള്ള മുദ്രാവാക്യമായിട്ട് ആൾക്കാർ അണിനിരക്കും. അത്തരത്തിലുള്ള ഒരാളായിട്ട് രാഹുൽ ഗാന്ധി മാറുകയാണ്. അത്തരത്തിലുള്ള ഒരു രാജ്യദ്രോഹിയാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യക്ക് വരുന്ന പ്രശ്നത്തിൽ ഇന്ത്യയുടെ കൂടെ നിൽക്കാതെ പാകിസ്ഥാന്റെ കൂടെ നിന്ന് പാകിസ്ഥാന് വേണ്ടി സംസാരിപ്പിക്കാൻ നിങ്ങളെ പാർട്ടിയുടെ നേതാക്കന്മാരെ ഉപയോഗിക്കുന്നു. ആ പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്നത് എടുത്ത് റീട്വീറ്റ് ചെയ്ത് ലോകത്തിലുടനീളം ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷം പോലും ഞങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് പറയുന്നു. അത്തരത്തിലുള്ള ഒരു രാജ്യദ്രോഹിയുടെ റോൾ അഭിനയിക്കുന്ന ആളാണ് ഈ രാഹുൽ ഗാന്ധി. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളും 71 ചരിത്രമൊന്നും പറയിക്കരുത്. നിങ്ങൾ പുറകോട്ട് പഴയ നിങ്ങളുടെ ചരിത്രം പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന പല യൂട്യൂബ് വീഡിയോസും ഒക്കെ ഉണ്ട്, അതെടുത്ത് മറിച്ചു നോക്കിയാൽ മതി. അതായത് മത്തായി എന്ന് പറഞ്ഞാല് കേരളത്തിലെ ഒരു നെഹ്റുവിന്റെ സെക്രട്ടറി ഉണ്ട്, അവരും നിങ്ങളുടെ അമ്മൂമ്മയുടെ കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഥകളൊക്കെ ഒന്ന് പഠിച്ചാൽ കൊള്ളാം. കഥകൾ ഇപ്പം അമ്മൂമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴും 71 കാര്യം പറഞ്ഞപ്പോഴും നാട്ടുകാരെടുത്ത് വെച്ച് പഠിക്കുന്നുണ്ട്. അതിന്റെ കൂടെ അമ്മൂമ്മയുടെ കഥ ഒന്ന് നല്ലവണ്ണം പഠിക്കുക. എല്ലാവരും സിന്ദൂരിൽ ഇവിടുന്ന് സംഭവിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി എന്ന് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നിർത്തുക, അല്ലെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്ന് പലായനം ചെയ്യിക്കുന്ന ജോലി ഇന്ത്യയിലെ രാജ്യസ്നേഹികളായിട്ടുള്ള ആൾക്കാർ ഏറ്റെടുക്കും എന്ന് മാത്രമാണ് ഇത് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും. എന്തായാലും ഇന്ത്യയെ കുറിച്ച് മോശമായുള്ള സംസാരങ്ങൾ, കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂറിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പാക് ഏജന്റ് ആണോ രാഹുൽ ഗാന്ധി എന്ന് സാധാരണക്കാർ പോലും ചോദിക്കുന്ന
ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ അല്ലെങ്കിൽ കോൺഗ്രസിനെ അദ്ദേഹം തന്നെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.